ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നതേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ഫ്രൈഡ് റൈസ് ആട്ടോ. ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. നമ്മളെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. മുട്ട കൊണ്ടാണ് ഉണ്ടാക്കിക്കണത്, എഗ്ഗ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ കൊണ്ടോ വേറെ ബീഫ് കൊണ്ടൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മുട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ കൂട്ടാൻ വെക്കാനും മീനും ഇറച്ചിയൊന്നും ഇല്ലാത്ത ദിവസം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 3 കപ്പ് അരിയാണ്, ബസ്മതി അരിയാണ് എടുത്തുക്കുന്നത്. അത് നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകിങ്ങാണ്ട് കൊട്ടയ്ക്ക് വാർത്ത് വെച്ചതാട്ടോ. ഇത് നമുക്കൊരു 6 ആൾക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഒരു 6 ആൾക്കൊക്കെ കഴിക്കാനുള്ളൊരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് മുട്ടയും പച്ചക്കറികളൊക്കെ ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുള്ള പച്ചക്കറിയാണ് ചേർക്കുന്നത്. മുട്ടക്കോസ്, ക്യാബേജ് ചേർക്കുന്നുണ്ട്, ക്യാരറ്റ്, വെളുത്ത ക്യാരറ്റ് ആട്ടോ. ഇത് അല്ലേ, ഇത് കണ്ടാൽ ക്യാരറ്റാന്ന് തോന്നില്ല, കളർഫുള്ളൊന്നും അല്ല, നല്ല സാധനമാണ് ഇത് കേട്ടോ. അങ്ങനെ പച്ചമുളക് ചേർക്കുന്നുണ്ട്, മല്ലിയില ചേർക്കുന്നുണ്ട്. ഇത് ചീര കേട്ടോ, വീട്ടിലുണ്ടായ ചീരയാണ്, ഒരു പ്രത്യേക സൈസ് ചീരയാണ്. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പച്ചക്കറികളെ ഞാൻ ചേർക്കുന്നുള്ളൂ. അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ എങ്ങനെയെന്ന് നോക്കാം. ഇതൊക്കെ ഞാൻ ആദ്യം കഴുകി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി അരിഞ്ഞ് വെക്കണം. അത് ഞാൻ വേറെ തൊലിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ക്യാബേജുമാണ്. നിങ്ങളിതിലേക്ക് ക്യാപ്സിക്കോ വേണമെങ്കിൽ കൂട്ടാം, സ്പ്രിങ് ഓണിയൻ കൂട്ടാം, ബീൻസൊക്കെ കൂട്ടാം, അതൊക്കെ കൂട്ടാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ 7 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചൊന്ന് ഊറ്റിയെടുക്കാനാണ്, അരി ഒന്ന് വേവിച്ചെടുക്കാനാണ്. അതിലേക്ക് ഞാൻ പാകത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സൺഫ്ലവർ ഓയിലോ ഉണ്ടാക്കിക്കളോണ്ടു, നല്ല ടേസ്റ്റ് ഉണ്ടാകുക. വെളിച്ചെണ്ണൻ്റെ ഒരു കുത്തുമണം വരുള്ളൂ. കുറച്ച് നെയ്യിലും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 മുട്ടയാണ് ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അധികം മുട്ടല്ല, പച്ചക്കറി നല്ലതുകൊണ്ട് മുട്ട അധികമല്ല. മുട്ടൻ്റെ ടേസ്റ്റ് ഇവിടെ ആർക്കും വല്ലാതെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മുട്ട 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ടേസ്റ്റ് ഇട്ടാണെങ്കിൽ 3-4 ഒക്കെ നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അങ്ങനെ ആ മുട്ട ഒരു ലേശം ഉപ്പിട്ടിട്ട് നല്ലോണം നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം ചട്ടിയിൽ. ഇതൊക്കെ ആദ്യം റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചട്ടിയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ. മുട്ട അയക്കാണ്ട് ഒഴിച്ചിട്ടൊന്ന് ചൂടായിട്ട് പിന്നെ ഒരു സ്പൂൺ കൊണ്ട് ചിക്കി എടുത്താൽ മതി കേട്ടോ. ചട്ടകം കൊണ്ടോ സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും. നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ പിന്നെ സ്പൂൺ ഉപയോഗിച്ചാൽ പറ്റില്ല, അതിൻ്റെ നോൺ സ്റ്റിക്കൊക്കെ പോകും. മരത്തിൻ്റെ ഒരു ചട്ടകം കൊണ്ടാണ് നമ്മൾ ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അതേലും ഒഴിച്ചാൽ ഒരു കുറച്ചൊന്നൊരു ചൂടായി വരുമ്പോൾ കുത്തി ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ചിക്കി എടുത്ത പോലെയാവും. അങ്ങനെ മുട്ടയൊക്കെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിച്ചാൽ വെച്ചിട്ടുണ്ട്, അരി വേവിച്ചാൻ വേണ്ടിയിട്ട്, ബസ്മതി അരി വേവിച്ചാൻ വേണ്ടിയിട്ട്. ബസ്മതി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബസ്മതി അരി നല്ലോണം 4 വട്ടം കഴുകിയിട്ട് നിങ്ങൾ വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് അരമണിക്കൂർ ഇട്ട് വെക്കണം കേട്ടോ. നിങ്ങളത് വാർത്തെടുക്കുക. ആദ്യം നമ്മളതാ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് അതൊക്കെ വെക്കുക, മുട്ട ചിക്കി വെക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ തലേ ദിവസം തന്നെ ഈ ഫ്രൈഡ് റൈസിൻ്റെ അരി, ബസ്മതി അരി നല്ലോണം വേവിച്ചങ്ങാണ്ട് നിങ്ങൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ തണുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതാക്കാം കേട്ടോ. അരിയൊക്കെ അങ്ങനെ വേറിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ അത് അധികം വെന്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളിത് വെള്ളത്തിലിട്ടതുകൊണ്ട് നിങ്ങളൊരു 6-7 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ഒപ്പം നിൽക്കണം നമ്മൾ വെന്തുക്കണം നോക്കാൻ. വെന്തുങ്ങാണ്ട് കുഴഞ്ഞ് പോയാൽ രസം ഉണ്ടാവില്ല ഫ്രൈഡ് റൈസ്. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലാട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതിലിപ്പൊക്കെ ഒന്ന് പാകത്തിനിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒട്ടിപ്പിടിക്കണീനാട്ടോ. വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഒരു 7 മിനിറ്റോ 8 മിനിറ്റോ ആകുമ്പോൾ വെന്തിട്ടുണ്ടാകും. നമ്മളൊന്ന് തൊട്ട് നോക്കിയാൽ മതി കേട്ടോ. നമുക്കതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളച്ച് വന്ന് നമ്മൾ അരിയായി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അരി ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കോരോന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ ഇളക്കരുതേ, പൊടിഞ്ഞു പോകുള്ളൂ. ഇങ്ങനത്തെ മരത്തിൻ്റെ ചട്ടകം തന്നെ എടുത്തോളൂ നിങ്ങൾ ഇളക്കാൻ. നമ്മളൊന്ന് തൊട്ട് വെക്കുക വെന്തുക്കണമെങ്കിൽ ഒന്ന് ഒരു കൊട്ടക്കയിൽ കൊണ്ടൊക്കെ ഒന്ന് വാർത്തെടുക്കുക. ഞാനിപ്പോൾ അതൊരു 8 മിനിറ്റ് നേരം വേവിച്ചപ്പോൾ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് ചെയ്യുന്നല്ലോ, അപ്പോൾ പിന്നെ പെട്ടെന്ന് പോകും. നമ്മളിത് നോക്കണം. ഇത് വെള്ളത്തിൽ നമ്മൾ വേവിച്ചാട്ടാൽ നമ്മളതിൻ്റെ ഒപ്പം നിൽക്കണം. വേഗം കയറിയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, കുഴഞ്ഞ രൂപത്തിലാവും. ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അരി ഇങ്ങനെ വിട്ട് നിൽക്കണം ചോറ്. അങ്ങനെ അതൊക്കെ നമുക്കൊരു പരന്ന പാത്രത്തിൽ ഇട്ടിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മളെ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേന് ഇത് തണുപ്പ് പാകാവും കേട്ടോ. അങ്ങനെ ഇതൊക്കെ വെള്ളം വാർത്തുങ്ങാണ്ട് നമുക്ക് 2 പാത്രത്തിൽ വെക്കാം. അപ്പോൾ അരിയൊക്കെ വേറിട്ട് നിൽക്കും കേട്ടോ തണുക്കുമ്പോൾ. ഇപ്പോൾ ഒരു പാകത്തെ വേഗമാണ്. ഞാനൊരു 8 മിനിറ്റ് നേരം വേവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഊറ്റിയെടുത്തിട്ട് നമുക്ക് മറ്റേ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ അരിയൊക്കെ നല്ല പാകത്തെ വേഗമായിട്ടുണ്ട്. ഒരരിമ തൊടാതെ അങ്ങനെ വിട്ട് നിൽക്കണം കേട്ടോ. എന്നാൽ ഉള്ളു നല്ലോണം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പകുതി വേഗമൊക്കെ വേവിച്ചാൽ മതി, വല്ലാതെ വെന്ത് കുഴഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഇത് പതുക്കെ ഒന്ന് വെന്താൽ മതി കേട്ടോ. ഒക്കെ ഒന്ന് വഴന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകോളം വെന്താൽ മതി. നമുക്കൊരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. വെളിച്ചെണ്ണൻ്റെ കുത്തുമണം ഉണ്ടാകുമ്പോൾ രസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ നെയ്യിലുണ്ടാക്കിക്കോളി. ഞാനിപ്പോൾ അതിനൊരു 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം പൂവുകളൊക്കെ ഒന്ന് ചോപ്പിച്ചെടുക്കാം. നമുക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതൊക്കെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിലേക്ക് 2-3 പച്ചക്കറികൾ ചേർക്കണം. നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഞാനിവിടെ എല്ലാ പച്ചക്കറിയാണ് ചേർത്ത് കൊടുത്തത്. പെട്ടെന്ന് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കിയതാണ് ഞാൻ. അപ്പോൾ ഇവിടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ആർക്കും കഴിക്കാനും പറ്റും. നമ്മളധികം ഓയിലൊന്നും ഇതിൽ ഉപയോഗിക്കണില്ലല്ലോ, അതുകൊണ്ട്. അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് ചോന്ന് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളോടെയും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഫ്രൈഡ് റൈസ് ചിക്കൻ കൊണ്ടും ബീഫ് കൊണ്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ. പക്ഷേ അതിലേറെയൊക്കെ ഒരു ടേസ്റ്റ് മുട്ട കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഇതിപ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയൊരു ചീര കേട്ടോ. ഇതിനെന്താ ഈ ചീരക്ക് പേരൊന്നും എനിക്കറിയില്ല. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഒരു ഉപ്പേരിയൊക്കെ വെച്ചാലും നല്ല രസമാണിത്. ഇത് നമ്മൾ സാധാ ചീര അല്ല, ഇത് വേറെ ചീര. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറയും. എനിക്കറിയില്ല ഇതിൻ്റെ പേര്. ഇത് നമ്മൾ സാമ്പാറിലിട്ടാലും വെറുതെ ഉപ്പേരി വെച്ചാലും തേങ്ങ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ സ്പ്രിംഗ് ഓണിയനും ബീൻസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിട്ട് കൊടുത്തിട്ടോ. ഇതിട്ട് കൊടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇതൊന്ന് വഴന്നത് പെട്ടെന്ന് പോകും കേട്ടോ. അത് വഴന്ന് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ 5 6 എടുത്തോളൂ കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിയില്ല പച്ചമുളകാണ്, അതുകൊണ്ട് ഞാനൊരു 4 ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതൊന്ന് അരിഞ്ഞ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ക്യാരറ്റും ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ലേശം ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ രാവിലെ ഇട്ടിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്ത് വയ്ക്കണം. എന്താണെന്നറിയില്ല, എളുപ്പത്തിലിട്ടതുകൊണ്ടാണെന്നറിയില്ല, ഒന്നും കാണുന്നില്ല. അപ്പം ഞാനത് ഡിലീറ്റ് ആക്കിയിട്ട് രണ്ടാമത് ഇട്ടാ കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി റിപ്പീറ്റായി വന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ക്യാബേജ് ഇടുന്നത് നോക്കിയപ്പോൾ ഇങ്ങനെ വന്നത്. അത് നമുക്ക് അടുത്ത ഇതിൽ കാണാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ഇതിൽ രണ്ടാമത് വന്നതാണ്, നിങ്ങൾ ക്ഷമിക്കണം. ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ശരിയായില്ല, പിന്നെ രണ്ടാമത് ഇട്ടതാണ്. നമുക്ക് ഇനി ക്യാബേജും പിന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് വെളുത്ത ക്യാരറ്റാണ്, അതുകൊണ്ട് അത് കാണാത്തത്. അത് രണ്ടും കൂടി ഇട്ടിട്ട് നമ്മൾ ലാസ്റ്റ് അത് വെന്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസും ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സോയാ സോസ് ഉണ്ടെങ്കിൽ അതും ഒഴിച്ച് കൊടുത്തോളൂ. അങ്ങനെ ക്യാരറ്റും ക്യാബേജും പച്ചമുളകും പച്ചക്കറികളൊക്കെ ഇട്ട് വെന്തിട്ട് ലേശം ഉപ്പിട്ടിട്ട് ലാസ്റ്റ് ഒന്ന് കുറച്ച് നേരം പകുതി വേവ് മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുത്തു. ഇപ്പം നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ അരിയൊക്കെ വെന്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ പച്ചക്കറികളും മുട്ടയും ഒക്കെ അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ.
എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് 5 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്പൂൺ കൊണ്ടൊന്നും ഇളക്കിയത് അരി ഉടഞ്ഞു പോകും. ഇങ്ങനെ നല്ലൊരു ഒരു ചട്ടകം കൊണ്ടോ ഒരു മരത്തിൻ്റെ ചട്ടകം കൊണ്ടോ ഇങ്ങനത്തെ ഒരു കയ്യിലുകൊണ്ടോ ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് അതൊക്കെ പാടെ കൂടി ഒന്ന് യോജിപ്പിച്ചാൽ എന്നിട്ട് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. നമ്മൾ മുട്ട ഓൾറെഡി ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിന് വേറെ നിങ്ങൾക്ക് ചിക്കനോ ബീഫൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ, അതൊക്കെ നിങ്ങളിഷ്ടമാണ്. ഞാനിപ്പോൾ മുട്ട കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴും നല്ലൊരു ടേസ്റ്റായിരുന്നു. ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കിയ മല്ലിയിലയാണ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറിയ തീയിലൊന്ന് ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ട് ഒരു 5 മിനിറ്റിലൊന്ന് പതുക്കെ ഇളക്കി എല്ലാതും ഒന്ന് യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ച് പിന്നെ കുറച്ച് നേരം ഒന്നും കൂടിയൊക്കെ ഒന്ന് യോജിച്ചിട്ട് സോയാ സോസ് ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്തോളൂ. അതിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ മണമൊക്കെ ഇഷ്ടമല്ലോ അത് ഒഴിച്ച് കൊടുത്തോളൂ, നല്ലൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടില്ല ഇവിടെ ഇല്ലാത്തതുകൊണ്ട്. ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും ഇവിടെ അതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ല. അങ്ങനെ ഇതൊക്കെ യോജിപ്പിച്ചു. നമ്മൾ ഏറ്റവും ടേസ്റ്റിയായ ഫ്രൈഡ് റൈസ്, എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞു തരുകൊണ്ടു. നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അങ്ങനെ നമ്മളെ നല്ല ടേസ്റ്റിയായ എഗ് റൈസ് നമുക്കൊന്ന് തിന്ന് നോക്കിയാലോ. ഫ്രൈഡ് റൈസ് നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നില്ലേറെ ടേസ്റ്റ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ഇതിൻ്റെ കൂടെ ഇനി ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അച്ചാറും തൈരും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം, പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ. ഇനി ഇറച്ചി ഉണ്ടെങ്കിൽ ഇറച്ചി ഒന്നും കൂടി ഇഷ്ടമായി, അത് നല്ലതായി എന്നല്ലേ ഉള്ളൂ. അങ്ങനെ നമുക്കതൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം. ഇനി ഗൈസ് നമുക്ക് ആ ഫ്രൈഡ് റൈസ് ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണിത്, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു.